ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 18, ജെറുസലേമിലെ വിശുദ്ധ സിറിലിന്റെ തിരുനാൾ. ജെറുസലേമിൽ ജനിച്ച സിറിൽ 384 മുതൽ 386 വരെ മെത്രാനായിരുന്നു. മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തി ക്രിസ്തുവിന്റെ പ്രവചനത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെ കാൽവരിയിലെ പ്രഥമ ദേവാലയം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ തറയിൽ നിന്ന് അഗ്നി വമിച്ചതും സിറിൽ നേരിൽ കണ്ടു. 24 ഉപദേശങ്ങൾ, വേദോപദേശ പ്രസംഗങ്ങൾ എന്ന പേരിൽ സിറിലിന്റെ പ്രധാന ഗ്രന്ഥങ്ങൾ ലളിതമായിരുന്നു. സിറിലിന്റെ പ്രസംഗങ്ങൾ ഈശോയെ സ്വരാംശത്തിൽ പിതാവിനോട് സമൻ എന്ന് വിളിക്കുന്നതിനു പകരം നിത്യപിതാവിന്റെ ഏകപുത്രൻ, പുത്രനായ ദൈവം, എമ്മാനുവൽ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഒരിക്കൽ പ്രസംഗം നീണ്ടുപോയപ്പോൾ നിങ്ങളുടെ രക്ഷയെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ ദീർഘമായി നിങ്ങളും പ്രതീക്ഷിക്കണമെന്ന് സിറിൽ പറഞ്ഞു. മെത്രാനായി മാറിയ സിറിലിനെ 3 പ്രാവശ്യം നാടുകടത്തപ്പെട്ടു. 11 വർഷത്തോളം വിപ്രവാസം അനുഭവിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനെക്കുറിച്ച് സിറിൽ ഇങ്ങനെ നിർദ്ദേശിച്ചു: കൈകൾ അകത്തിയോ വിരലുകൾ അകറ്റിയോ പിടിക്കാതെ ഇടത് കൈ വലത് കരത്തിന്റെ മീതെ വച്ച് ഒരു സിംഹാസനം തയ്യാറാക്കി ഒരു രാജാവിനെ എന്ന പോലെ സ്വീകരിക്കുക. ഉള്ളം കൈ കുഴി പോലെ പിടിച്ച് മിശിഹായുടെ ശരീരം സ്വീകരിച്ച് ആമേൻ എന്ന് പറയുക. പരിശുദ്ധ ശരീരം തൊടുമ്പോൾ കണ്ണുകൾ ഭക്തി നിർഭരമായിരിക്കണം. അനന്തരം ഒരു പൊടി പോലും താഴെ വീഴാതെ സൂക്ഷിക്കുക. നിസ്തുലമായ ഈ ഉപദേശകനെ 1882 ജൂലൈ 28-ാം തീയതി വേദപാരംഗതനായി പ്രഖ്യാപിച്ചു, അയർലൻഡിന്റെ മധ്യസ്ഥനായി. ദിവ്യകാരുണ്യ ഭക്തിയിൽ മുഴുകിയ വിശുദ്ധ സിറിലെ, ദൈവഭക്തിയിൽ ഞങ്ങളും വളരാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.